എനിക്ക് വേണ്ടി എന്തും തരുമെന്ന്? എനിക്ക് വേണ്ടത് നിന്നെയാ സോജ, നിന്നെ മാത്രം. തരില്ല എനിക്ക് നിന്നെ. വാതിൽ തുറന്നു ഉടലിനെ ഒരു ഉടുമ്പിനെ പോലെ ഉരുകെ പിടിച്ചുകൊണ്ട് കുഴഞ്ഞ സ്വരത്തിൽ ചോദിച്ചവനെയാണ് കണ്ടത്. അവനപ്പോൾ നന്നേ മദ്യപിച്ചിരുന്നുവെന്ന് ആ മിഴികൾ വിളിച്ചോതി. വായിൽ നിന്നും പരന്ന വില കൂടിയ മദ്യത്തിന്റെ തീക്ഷ്ണഗന്ധം അവളുടെ തല മരവിപ്പിച്ചുവെങ്കിലും അവളൊന്ന് ചലിക്ക പോലും ചെയ്തില്ല. എന്തിനേറെ പറയുന്നു, ആ മിഴികൾ പോലും ഒന്ന് പിടഞ്ഞില്ല. അത്ര നേരം പോലും അവനെ കാണാതിരിക്കാൻ ആ പെണ്ണിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇടുപ്പിലെ പിടിവലാണ്ട് മുറുകിപ്പോയിരുന്നു. മുഖം അവളോട് കൂടുതൽ അടുത്തടുത്ത് വന്നു. മിഴികൾ അവളിൽ എന്തൊക്കെയോ തിരഞ്ഞു. നോക്കി നിൽക്കെ തന്നെ അവൻ്റെ ശരീരമല്ലാതെ ചൂട് പിടിക്കുന്നത് അവൾ അറിഞ്ഞു. അണിവയറും നിതംബവുമെല്ലാം അവൻ്റെ വിരലുകളാൽ കശക്കി ഞെരിക്കപ്പെടുന്നത് വല്ലാത്തൊരുന്മാദത്തോടെ അവൾ മനസ്സിലാക്കി. ദേവ്. വികാരങ്ങൾ വേലിക്കെട്ടുകൾ തകർത്ത ഏതോ ഒരു നിമിഷത്തിൽ അവൾ അറിയാതെ വിളിച്ചുപോയി. ഉടൻ തന്നെ അരുതാത്ത എന്തോ ചെയ്ത പോലെ അവൾ ആ കീഴ്ച്ചുണ്ടിനെ അമർത്തി കടിച്ച് വികാരങ്ങളെ ഏതോ അജ്ഞാതമായ തുരുത്തിൽ തളച്ചിടാൻ ശ്രമിച്ചു. അവനവിടെ ആ വിങ്ങിയ സ്വരമൊക്കെയും ഒരു ലഹരിയായിരുന്നു. അതിൻ്റെ മൂർച്ചയേറും തോറും അവനിലും ഉണർവുണ്ടായിക്കൊണ്ടേയിരുന്നു. അവളുടെ മൗനം സമ്മതമായെടുത്ത് ആ ഇളമേനി കശക്കി ഉടക്കുമ്പോൾ അവൻ്റെ അതരങ്ങൾ അവളെ നനച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവളെ കോരിയെടുത്ത് ഹോട്ടൽ മുറിയുടെ ശീതളിമ നിറഞ്ഞ പതുപതുത്ത കിടക്കയിലേക്ക് എറിയുമ്പോൾ ആ തുടുത്ത മേനിലേക്ക് ആഴ്ന്നിറങ്ങാൻ അവൻ വ്യഗ്രപ്പെട്ടുപോയി. കിടന്ന കിടപ്പിൽ മിഴികൾ തുറക്കാതെ തന്നെ ഏതോ നഷ്ടബോധത്താലെന്ന പോലെ അവൾ വിളിച്ചു. ആ വിളിയുടെ ആഴമളന്നതുപോലെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ദേവ് അവളിലേക്ക് പാഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരുടെയും സീൽക്കാരങ്ങൾ കൊണ്ട് ആ മുറി നിറഞ്ഞു. അവയോരോന്നും ആ 4 ചുമരുകളിൽ ചെന്നരച്ച് തകർന്ന് വീണുകൊണ്ടിരുന്നു. സോജ. പിന്നീട് ആ വിളിയായിരുന്നു അവളെ നിദ്രയിൽ നിന്ന് ഉണർത്തിയത്. കണ്ണു തുറക്കുമ്പോൾ ആദ്യം കണ്ടത് ആ മുഖമായിരുന്നു. ആ മിഴികൾ ചുവന്ന് കലങ്ങിയിരുന്നു. മുഖമാകെ ചെയ്തു പോയ തെറ്റിനെ ഓർത്തുള്ള വിവശത നിറഞ്ഞിരുന്നു. സോജ, അവനെന്തോ പറയാനാഞ്ഞു. ഞൊടിയിടയിൽ ചാടിയണീറ്റ് ആ വായ കൈകളാൽ മൂടുമ്പോൾ അവളുടെ ഹൃദയം തുള്ളി തുളുമ്പുകയായിരുന്നു. പക്ഷേ മുഖത്ത് ആവോളം വെറുപ്പ് നിറക്കാൻ അവൾ വൃഥാ ശ്രമിച്ചുകൊണ്ടിരുന്നു. മിണ്ടരുത് ദേവി, നിനക്ക് വേണ്ടി വേഷം കെട്ടി ആടുമ്പോഴും ഇങ്ങനൊരു മുഖം നിനക്കൊണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഒറ്റ രാത്രി കൊണ്ടെല്ലാം തകർത്തില്ല നീ. പൊക്കോ നീ. ഇനി എന്റെ കൺമുമ്പിൽ പോലും നിന്നെ കണ്ടുപോരുത്. ഇല്ലാത്ത ദേഷ്യം വാക്കുകളിൽ ആവാഹിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൻ വലിച്ചെറിഞ്ഞ പുതപ്പൊലിച്ചെടുത്ത് ദേഹം പുതച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പാഞ്ഞു. അപ്പോഴും ബെഡിൽ തളർന്നിരിക്കുന്നവനെ കണ്ടില്ലെന്ന് അടിച്ച് വാതിൽ വലിച്ചടക്കുമ്പോൾ ഉള്ളു പൊള്ളുകയായിരുന്നു. നീ എൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് അവനെ മാറോട് ചേർത്ത് അമർത്താൻ നെഞ്ചും കൈകളും തരിച്ചു. പക്ഷെ വയ്യല്ലോ. അവൻ എൻ്റെ അല്ലല്ലോ. അവൻ അവൾക്കുള്ളതാണ്. അവൻ്റെ പ്രണയം അവളാണ്. അവളിലാണ് അവൻ്റെ ജീവൻ പോലും ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ തനിക്ക് ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടതായി പോലും വന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ അവളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ബലിയാട് മാത്രമല്ലേ താൻ? അതെ, പക്ഷേ അതിലൊരു ലഹരിയുണ്ട്. ദിവസങ്ങൾ മാത്രം ആയുസുള്ള ദേവമാധവിൻ്റെ പ്രണയിനി ആയില്ലേ താൻ? വെള്ളി വെളിച്ചത്തിനപ്പുറം നിന്ന് കണ്ടിട്ട് മാത്രമുള്ളവൻ്റെ ചാരത്ത് നിന്നില്ലേ ഞാൻ? അവൻ്റെ കൈകൾക്കുള്ളിൽ ചേർന്ന് നിന്ന് മറ്റുള്ളവരെ അസൂയപ്പെടുത്തിയില്ലേ? ഇപ്പോൾ അവൻ ആത്മാവിലും ഉടലിലും ഒരുപോലെ പേറിയില്ലേ? അവൻ്റെ വിയർപ്പിൽ ഉരുകിയില്ലാതെയായില്ലേ? മതി, ഇത്രയൊക്കെ മതി. ഇനിയൊന്നും വേണ്ട, പൊക്കോട്ടെ. ഇല്ലെങ്കിൽ ആർക്കും കൊടുക്കില്ലെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു പോകും. ബാത്റൂമിൻ്റെ ഡോറിൽ ചാരിന്ന് വിങ്ങലമർത്തി കരയുമ്പോൾ ഓർത്തു. അതിനിടയിൽ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നടയുന്നത് കേട്ടു. പോയിരിക്കുന്നു. ഒന്നുകൂടി ചെല്ലണോ? ഒരിക്കൽ കൂടി മാത്രമൊന്ന് കാണാൻ. വെറുതെ ആ നെഞ്ചിൽ വീണൊന്ന് നെഞ്ചുലച്ച് കരയാൻ. വേണോ? വേണ്ട, പോയിക്കോട്ടെ. ചുമരിലൂടെ ഊർന്ന് നനഞ്ഞ തറയിലേക്ക് പിടഞ്ഞു വീഴുമ്പോൾ സ്വയം പിടിച്ചു നിർത്തുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് കാറ് പാഞ്ഞുപോയി. അതോടെ സർവ്വതും മറന്ന് തലതല്ലി കരയുമ്പോൾ ആ പെണ്ണിൻ്റെ ചങ്ക് പൊള്ളി അടരുന്നുണ്ടായിരുന്നു. മാധു, നീ ഇതുവരെ എവിടെയായിരുന്നു? സമയം 3 കഴിഞ്ഞിരുന്നെങ്കിലും ആ നേരവും നിദ്ര വെടിഞ്ഞ് മകനെ കാത്തിരുന്ന് നിഷ ചോദിച്ചു. ആ സമയത്ത് അവരവിടെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ടാവാം അവൻ്റെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി. അമ്മ കിടന്നില്ലായിരുന്നോ? നീ കുടിച്ചിട്ടുണ്ടോ മാധു? ഇതുവരെ നീ എവിടെയായിരുന്നു? അവൻ ചോദിച്ചതിന് മറുപടി പറയാതെ നിഷയിൽ നിന്ന് വന്ന മറുചോദ്യം കേൾക്കെ ദേവിൻ്റെ മുഖം കുനിഞ്ഞുപോയി. അതമ്മേ, ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതാ ഞാൻ. അവൻ വിക്കി. മതി, ഇനി ഇന്ന് വിയർക്കണ്ട. നീ എന്തെങ്കിലും ചെയ്യ്. ഇതുവരെ കാണാൻ നെഞ്ചു നേറി ഇരിക്കുകയായിരുന്നു ബാക്കിയുള്ളവർ. എന്നിട്ട് അവനോ കണ്ട കള്ളു പാർട്ടിൽ കൂത്താടി നടന്നിട്ട് വന്നേക്കുന്നു. അല്ലെങ്കിലും മക്കൾ തന്നോളായ പിന്നെ ആരെ ഭയക്കാനാ? ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ദേഷ്യത്തോടെയും സങ്കടത്തോടെയും മുറിയിലേക്ക് നടക്കുമ്പോൾ അവർ പറഞ്ഞു. പിന്നെ യാതൊരു ദയം കൂടാതെ വാതിൽ വലിച്ചടച്ച്.
എനിക്ക് പറ്റാഞ്ഞിട്ടാ അമ്മേ. തെറ്റ് തെറ്റ് പറ്റിപ്പോയി എനിക്ക്. അവളെ ഞാൻ... നെഞ്ചിലെ വേവ് സഹിക്കാൻ കഴിയാതെ അവൻ വിങ്ങിക്കരഞ്ഞു. പിന്നെ വേച്ച് വേച്ച് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. മുറിയിലെത്തി ബെഡിലേക്ക് വീണിട്ടും ശങ്ക് പിടയുക തന്നെയായിരുന്നു. അത്രനാളും പ്രിയമോടെ മാത്രം നോക്കിയിരുന്ന ചുമരിലെ ചിത്രം കാണവേ വീണ്ടും നെഞ്ച് നീറി. എന്തോ ആ മുഖം കാണാൻ പോലും തോന്നുന്നില്ല. ആ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെ വൈദേഹിക്ക് പകരം സോജയുടെ കലങ്ങിയ മിഴികൾ മാത്രമായിരുന്നു മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരുന്നത്. നെഞ്ച് വീണ്ടും കീറും പോലെ. ഒറ്റ രാത്രി കൊണ്ടെല്ലാം തകർത്തില്ലേ നീ? ഇനി എന്റെ കൺമുമ്പിൽ പോലും നിന്നെ കണ്ടുപോരുത്. അവളുടെ വാക്കുകൾ ഹൃദയത്തിൽ കുപ്പിച്ചീളുകൾ പോലെ തറഞ്ഞു കയറി. എനിക്കിത് എന്ത് പറ്റി ദൈവമേ? സോജയോട് ചെയ്തു പോയ തെറ്റിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യും ഞാൻ? മുടി വലിച്ച് പിന്നെ അവൻ പൊട്ടിക്കരഞ്ഞു. രാത്രി എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. വിളിക്കുന്ന കേട്ടായിരുന്നു മിഴികൾ വലിച്ചു തുറന്നത്. ധൃതിയിൽ മുഖമൊക്കെ ഒന്ന് തുടച്ച് ബെഡിൽ എണീറ്റിരുന്നുകൊണ്ട് ഫോൺ കയ്യിലെടുത്തു. ജെറിയായിരുന്നു. തന്റെ പുതിയ പടത്തിന്റെ ഡയറക്ടറാണ് അവൻ. അതിലുപരി ആത്മമിത്രവും. കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് സിനിമ സ്വപ്നം കണ്ടു തുടങ്ങിയതുപോലും ഒരുമിച്ചായിരുന്നു. കാലങ്ങൾ കടന്നു പോകവേ രണ്ടുപേരുടെയും സ്വപ്നം പോലെ തന്നെ സിനിമ എന്ന മായാപ്രപഞ്ചത്തിലെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. ഡയറക്ടർ ജെറി എബ്രഹാം എന്ന ജെറിയും യൂത്ത് ഐക്കൺ ദേവ് മാധവ് എന്ന മാധവും. ഫോൺ എടുക്കാൻ പോലും മറന്ന് തങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുമ്പോൾ തന്നെ കോള് വീണ്ടും വന്നു. അവൻ തന്നെയായിരുന്നു. അപ്പോഴാണ് ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പോലും ഓർത്ത്. ഹലോ, ആ പൊങ്ങിയോ യൂത്ത് ഐക്കൺ? അവന്റെ സ്വരത്തിൽ അല്പം കലിപ്പ് നിറഞ്ഞിരുന്നു. ആ സോറിടാ, ഇന്നലെ കുറച്ച് ഓവറായിപ്പോയി. അതാ ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി. സാറല്ല, ഞാൻ പെട്ടെന്ന് വരാം, അവൻ പറഞ്ഞു. എടാ കോപ്പേ, ഞാൻ അതിനല്ല വിളിച്ച്. നീ ഷൂട്ടിംഗ് ഓർത്ത് ധൃതി വെക്കണ്ട. നിനക്കിന്നൊരു പാട്ട് സീൻ മാത്രമേ ഉള്ളൂ. അതുവാണെങ്കിൽ നാളത്തേക്ക് മാറ്റാം. ഞാനിപ്പോൾ വിളിച്ച അതിനൊന്നല്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിനക്കൊരു വാക്ക് തന്നിരുന്നില്ലേ? അന്നത്തെ സംഭവത്തെക്കുറിച്ച് വൈദേഹിയോട് സംസാരിച്ചെല്ലാം കോംപ്രമൈസ് ആക്കാമെന്ന്. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ടെന്ന് പറയാനാ വിളിച്ചത്. അവൻ പറഞ്ഞു കേട്ട് ദേവിൽ എന്തിനെന്നറിയാത്തൊരു വെപ്രാളം വന്ന് നിറയുകയായിരുന്നു. എന്നിട്ടോ? അവന് തൻ്റെ തൊണ്ട വരണ്ടുണങ്ങും പോലെ തോന്നി. ഹൃദയം ഇപ്പോൾ ഇടിച്ച് പൊട്ടിപ്പോകും പോലെ തോന്നി. ആ എന്നിട്ടെന്താ, എല്ലാം ഞാൻ തന്നെ ഏറ്റുവാങ്ങി നിന്റെ ഇമേജ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതോടെ അവൾ ഫ്ലാറ്റ് എന്താ കാലത്ത് തന്നെ സെറ്റിലെത്തിയിട്ടുണ്ട്. അവനൊരു ചിരിയോടെയായിരുന്നു പറഞ്ഞത്. ആ വാക്കുകൾ കേൾക്കെ നെഞ്ച് പിടഞ്ഞ് മുഷ്ടി മുറുകി. ഇന്നലെ വരെ കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളായിരുന്നു ജെറി ഇപ്പോൾ ഈ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാതെ അവൻ്റെ നെഞ്ച് പിടഞ്ഞു. ആ പിന്നെ ഇനി നിന്റെ ആ ഡ്യൂപ്ലിക്കേറ്റ് കാമിയൊന്നും വേണ്ട കേട്ടോ. അതും ഞാൻ അവളോട് പറഞ്ഞു. അവളെ തിരിച്ചിട്ടാൻ വേണ്ടിയുള്ള നിന്റെ നമ്പരായിരുന്നു സോജയെന്ന്. ആദ്യം അതിനോട് അവൾക്ക് വല്ലാതെ ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നടങ്ങിയിട്ടുണ്ട്. അവൾ നീ പെട്ടെന്ന് വാ, അവൾ കാത്തിരിക്കുക. നീ അവളെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയി ഇതുവരുണ്ടായിരുന്ന ആ പിണക്കൊക്കെ മാറ്റിയേക്ക്. അവനൊരു ചിരിയോടെ പറഞ്ഞു. എടാ പക്ഷെ സോജ ദാ കിടക്കുന്നു അവൻ്റെ കോപ്പിലൊരു സോജ. ഇനി അവളുടെ കാര്യം പറഞ്ഞ കാമുകിയുടെ മൂഡ് മാറ്റാൻ നീ ഇവളുടെ കാര്യം നോക്കി തൽക്കാലം. ഞാൻ വെക്കുക, ഷൂട്ടുണ്ട്. നമുക്ക് പ്രേമിച്ചിറന്നാൽ പോരല്ലോ. ഇനി നിന്റെ പ്രേമത കേട്ടോണ്ടിരുന്നാലേ പ്രൊഡ്യൂസർ ഇരട്ട വെറും. പറഞ്ഞതും മറുപുറത്ത് കോള് കട്ടായി. ദേവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം അതേ ഇരിപ്പിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് സോജയുടെ നമ്പറിലേക്ക് വിളിച്ചു. റിങ് ചെയ്തല്ലാതെ ഒരു തവണ പോലെ കോൾ എടുക്കില്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ സമനില തെറ്റും പോലെ തോന്നി. ദൈവമേ, ഇനി അവളെന്തെങ്കിലും അവിവേകം. അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അവന് തൻ്റെ ശ്വാസം പോലും നിലച്ച പോലെ തോന്നി. കുറ്റബോധം മാത്രമാണോ ഈ വികാരങ്ങളുടെയൊക്കെ പുറകിൽ? അവൻ സ്വയം ചോദിച്ചു. അല്ല ദൈവം, കുറ്റബോധത്തിൽ നിന്ന് വരുന്ന വെപ്രാളം മാത്രമല്ല ഇത്. എവിടെയോ വല്ലാണ്ട് നോവുന്നു. അവൾ കരയുന്നുണ്ടാവും. ആ ഹൃദയം പിടയുന്നുണ്ടാവും. അത് ഓർക്കാൻ കൂടി വയ്യ. അവളെ ഞാൻ സത്യത്തിൽ സ്നേഹിച്ചിരുന്ന ദൈവമേ. ആ ചിന്ത ഹൃദയത്തിൽ കൊളുത്തി വലിച്ചതും എവിടെയോ ഒരു വല്ലാത്ത പിടച്ചിൽ, വല്ലാത്തൊരു തണുപ്പ്. ഹൃദയം തുള്ളിത്തുടിക്കുന്നു. അറിയാതെ നിറഞ്ഞ കണ്ണുകളെ അവൻ തോളുകൊണ്ട് തുടച്ച്. അതെ, അവളെ ഞാൻ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ആസക്തിയിൽ ഒരു പെണ്ണുടലിൻ്റെ ചൂട് വേണമെന്ന് തോന്നിയപ്പോൾ എന്തുകൊണ്ടാ തൻ്റേതെന്ന് ഉറപ്പുള്ള വൈദേഹിയെ ഓർമ്മ വരാതിരുന്നത്? ആ സമയം കൃത്യമായിട്ട് സോജയെ ഓർമ്മ വന്നെന്തേ? അല്ലെങ്കിൽ തന്നെ അവളിൽ നിന്ന് കിട്ടിയ അനുഭൂതി വെറുമൊരു നാടകക്കാരിയുടെ സഹകരണം മാത്രമായിരുന്നോ? ഒരിക്കലുമല്ല. അവൾ തന്നിൽ ഒരുക്കി തീരുകയായിരുന്നില്ലേ? താനും അവളിൽ സ്വയം മറന്നിരുന്നില്ലേ? അതെ, ഞാൻ അവളെ പ്രണയിക്കുന്നു. എനിക്ക് അവളെ മതി. അവൻ്റെ നെഞ്ചമാർത്തു.